അപ്പോൾ ഇനി അടുത്ത ടോപ്പിക് എന്താ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ നടക്കാനുള്ള ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് പോവുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ, ഡെൻസർ ടു റെയറിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അറ്റ് എ സെർട്ടൺ ആംഗിൾ എന്താ പറയുക, ഈ റേസ് എല്ലാം റിഫ്രാക്റ്റ് ചെയ്യാതെ മൊത്തം എന്ത് ചെയ്യും? അകത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ആ പർട്ടിക്കുലർ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയയിലോട്ട് പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ റേസ് ആ ഇൻ്റർഫേസിൽ ഒന്ന് തട്ടിയതിന് ശേഷം എന്ത് ചെയ്യും? മൊത്തം റേസ് എന്ത് ചെയ്യും? ആ മെറ്റീരിയലിൻ്റെ, അതായത് സെയിം മെറ്റീരിയലിലോട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്രാക്റ്റ് ചെയ്യത്തില്ല, അതായത് സ്നെൽസ് ലോ ഒബേ ചെയ്യത്തില്ല. പകരം ആര് ഒബേ ചെയ്യും? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യും. മനസ്സിലായോ? നമുക്ക് 1 by 1 നോക്കാം. ഇതാണ് ആ ഇൻ്റർഫേസ് എന്ന് വെച്ചു. ഇതാണ് ആ ഡെൻസർ മീഡിയം. ഡെൻസർ മീഡിയം ഇത് ഇൻ്റർഫേസിന് മുകളിലുള്ളത് റെയർ മീഡിയം എന്ന് വിചാരിച്ചു. ഇനി ഇപ്പം ഒരു അതായത് നോർമലി ഈ ഇൻ്റർഫേസിൽ നോർമലി വീഴുന്ന റേ ആയിരുന്നെങ്കിൽ എന്തോ സംഭവിച്ചേനെ? അതെ, അത് നോർമലായിട്ട് അങ്ങ് പോയേനെ, ഒന്നും സംഭവിക്കാതെ നോർമലായിട്ട് പോയേനെ. ഇനി ഒരു സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ആയിട്ട് വീഴുന്ന ഒരു റേ ആണെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ഒരു പോയിന്റ് സോഴ്സ് ആയിട്ട് വിചാരിച്ചു, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഒരു റേ എന്ത് ചെയ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് ഈ സർഫസിൽ വീണു. ഇൻക്ലൈൻഡ് ആയിട്ട് സർഫസിൽ വീഴുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കും? അപ്പോൾ ഇതിന് നോർമൽ ഒന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, കുറച്ച് റേസ് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ച് റേസ് എന്ത് ചെയ്യും? റിഫ്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്ന് വീണത് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം എന്ത് ചെയ്ത് റിഫ്രാക്റ്റ് ചെയ്ത് പോയി. അപ്പം ഡെൻസർ ടു റെയർ എവേ ഫ്രം ദ നോർമൽ അല്ലേ? കാരണം ഇതിനെക്കാട്ടി കൂടുതലായിരിക്കും ഇവിടെ എന്ത് കൂടുതലായിരിക്കും? ലൈറ്റിൻ്റെ സ്പീഡ്. ഇനി കുറച്ച് റേസ് ഞാൻ എന്താ പറഞ്ഞു? അത് റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യും. ഞാൻ പിന്നെയും എൻ്റെ ഇതിൽ നിന്ന് വേറൊരു റേ വന്നു, ഇവിടുന്ന് വേറൊരു റേ ഒന്ന് ഇൻസിഡൻ്റ് ആയി. ഞാൻ ഇവിടെയും നോർമൽ വരച്ചു. ഇപ്പം നോക്കിയേ, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായി ആവുന്നുണ്ട്? ഇതിനെ വെച്ച് കൂടുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുക. അപ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? വീണ്ടും റിഫ്രാക്റ്റ് ചെയ്തു പോയി അല്ലേ? റിഫ്രാക്റ്റ് ചെയ്തു പോയി. ഞാൻ ഈ സർഫസ് ഇച്ചിരി നീട്ടി വരയ്ക്കുന്നു. വീണ്ടും റിഫ്രാക്റ്റ് ചെയ്തു പോയി. ഒരു പർട്ടിക്കുലർ ആംഗിളിൽ, അതായത് വീണ്ടും ഇവിടുന്ന് വരുന്ന റേ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എന്താ സംഭവിക്കും? സർഫസിൽ കൂടെ എന്ത് ചെയ്യും? ഗ്രേസ് ചെയ്യും. അതായത് ഈ ഇൻ്റർഫേസിൽ കൂടെ ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. അപ്പോൾ ഇതിനെ വിളിക്കുന്നവരാണ് ഗ്രേസ് ചെയ്ത് പോകാമെന്നാണ് ഇതിന് പറയുന്നത്. അതായത് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്തായി? 90 ഡിഗ്രി. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഈ റേ വരെ എന്തൊബേ ചെയ്യും? സ്നെൽസ് ലോ ഒബേ ചെയ്യും. അതിനുശേഷം എന്താ സംഭവിക്കും? ഇതിനെക്കാട്ടി ഗ്രേറ്റർ ഒരു ആംഗിളിൽ റേ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തോ സംഭവിക്കും? സ്നെൽസ് ലോ ഒബേ ചെയ്തില്ല, അതായത് റിഫ്രാക്ഷൻ നടക്കത്തില്ല. മൊത്തം റേസും എന്തോ ചെയ്യും? അകത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ
പിന്നെ ഈ വരച്ചേക്കുന്നത് തെറ്റാ. കാരണം എന്താ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എപ്പോഴും എന്തായിരിക്കണം, ഈ ആംഗിളും സെയിം ആയിരിക്കണം. അപ്പം ഈ ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. മനസ്സിലായോ? ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. അപ്പം ഈ റേയെ വിളിക്കുന്ന പേരാണ് എന്തിൻ്റെ, ടോട്ടലി ഇന്റേണൽ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇതാണ് ടോട്ടലി ഇന്റേണൽ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇതിലെ കണ്ടീഷൻസ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ത് വരുന്നത്, ഡെൻസറിന്ന് റെയറിലോട്ടായിരിക്കണം. ഡെൻസർ ടു റെയറർ ആയിരിക്കണം. ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. സെക്കൻഡ് കണ്ടീഷൻ എന്തായിരിക്കണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. മനസ്സിലായോ? ഇനി ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തോന്നാ, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, അങ്ങോട്ട് ഇരിക്കും. ക്രിട്ടിക്കൽ ആംഗിൾ IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാം, ഗ്രേസ് ആയിട്ട് പോകും. അതായത് അറ്റ് എ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ത് ചെയ്യും, അറ്റ് പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സേ I suffix C എന്താ പറ്റും, റിഫ്രാക്റ്റഡ് the refracted ray graze along the surface. അല്ലെങ്കിൽ എന്താ പറയാം, ഓർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ത് ചെയ്യും, ഓർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം അതിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമുക്കിനി എക്സാമ്പിൾ നോക്കാനുള്ള ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ എക്സാമ്പിൾ. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്, നിങ്ങൾ ഡെസേർട്ടിലൊക്കെ കാണുന്ന അല്ലേ, എന്തോ ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, വെള്ളം ഉള്ളതുപോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനാണ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഹോട്ട് പ്ലേസാണ് അല്ലേ, അപ്പോൾ അതിന് നമ്മൾ ഐഡിയൽ കണ്ടീഷനായിട്ട് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്റ്റഡി നടത്തുന്ന കണ്ടീഷനിൽ എയർ സ്റ്റില്ലായിരുന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ നമുക്ക് കുറച്ച് ലെയേഴ്സായിട്ട് നമുക്ക് വേർതിരിക്കാം. അപ്പം ഏറ്റവും ഗ്രൗണ്ടിന് താഴെയുള്ള രീതി എന്തായിരിക്കും, എക്സ്ട്രീംലി ഹോട്ടായിരിക്കും. അപ്പം ഹോട്ട്, പിന്നെ വെരി ഹോട്ട്, പിന്നെ മോഡറേറ്റ്, കോൾഡ്, വെരി കോൾഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ലെയേഴ്സായിട്ട് നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാം. നമുക്കറിയാം കോൾഡ് റീജിയൻ, അതായത് കോൾഡ് എയറിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഡെൻസിറ്റി കൂടുതലാകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കും, ഡെൻസർ മീഡിയം ആകും. ഇനി അതേ കണക്ക് ഹോട്ട് എയറിന് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം നമ്മൾ ഈ റെഡ് വരച്ചേക്കുന്ന ഇത് നമ്മളെ ഒബ്ജക്റ്റാണ് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിൽ നമ്മൾ ഒരു റേ കൺസിഡർ ചെയ്യണം. അപ്പം വെരി കോൾഡ് റീജിയനാണ്. അപ്പം ഡെൻസറിൽ നിന്ന് നമ്മൾ റെയറർ മീഡിയയിലോട്ട് വരിക. ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, റെയറർ മീഡിയ ആയിക്കൊണ്ടിരിക്കുക. അപ്പം എന്ത് ചെയ്യും, ഡെൻസർ ടു റെയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേ എങ്ങോട്ട് ബെൻഡ് ചെയ്യും, എവേ ഫ്രം ദ നോർമൽ അല്ലേ, അത് ഇവിടെ നിന്ന് വന്ന് സ്ലൈറ്റ്ലി എവേ ഫ്രം ദ നോർമലായി. ഇനി അടുത്ത ഇൻ്റർഫേസിൽ വരുമ്പോഴത്തേക്ക് വീണ്ടും എന്ത് ചെയ്യും, ഡെൻസർ ടു റെയറർ, വീണ്ടും എവേ ഫ്രം ദ നോർമൽ. വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ നിന്ന് വന്ന് ഈ ഇൻസിഡൻറ്റ് പോയിന്റിൽ നിന്ന് എവേ ഫ്രം ദ നോർമൽ. അങ്ങനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഈ എക്സ്ട്രീംലി ലോ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ക്രിട്ടിക്കൽ ആംഗിളിന് ഗ്രേറ്റർ ആവും. ആ ക്രിട്ടിക്കൽ ആംഗിളിന് ഗ്രേറ്റർ ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കും,
ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്സർവറിലോട്ട് ഈ റേസ് വരും. ഈ റേസ് വന്നു. ഇനി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ലൈൻ പാത്തേ കാണത്തുള്ളൂ. ഈ ലൈറ്റ് ബെൻഡ് ചെയ്ത പാത്ത് നമ്മൾ കാണത്തില്ല. നമ്മളെപ്പോഴും ഈ ഒരു ഡോട്ട് ലൈൻ വരച്ചിരിക്കുന്നില്ലേ, ഈ ലൈൻ മാത്രമേ നമ്മൾ ട്രേസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ട്രേസ് ചെയ്യുന്ന ലൈൻ എന്ത് ചെയ്യുന്നറിയോ, ഇത് വന്ന് ഇതിന് താഴെയായിട്ട് മീറ്റ് ചെയ്യും. ഇവിടെ ബോഡി സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വരയ്ക്കാൻ, ഇതിങ്ങനെ വന്ന് മീറ്റ് ചെയ്യും. അതായത് ഈ ഡോട്ട് ലൈൻ വരച്ചിട്ടുണ്ട്, റെഡ് ഡോട്ട് ലൈൻ, ഇതായിരിക്കും നമ്മളെ എന്തെന്ന് പറയുന്നത് ഇമേജ്, നമ്മളെ ഫോം ചെയ്യുന്ന ഇമേജ്, നമ്മൾ കാണുന്ന ഇമേജ് ഇങ്ങനെ ആയിരിക്കും. ഈ സെയിം കേസ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ എന്തോന്ന്, ഇതിപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ കേസ് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ വെള്ളം കാണുമെന്ന് പറഞ്ഞില്ലേ, അപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലൗഡ് ആയിരിക്കും. ആ ക്ലൗഡിൻ്റെ ഇമേജ് നമ്മൾ ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമുക്ക് വെള്ളമായിട്ട് നമുക്ക് തോന്നുന്നത്. മനസ്സിലായോ? അതേ കണക്ക് തന്നെ നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഹൈവേന്നൊക്കെ നമുക്ക് വെള്ളം കിടക്കുന്നതാണ്, ദൂരെ വെള്ളം കിടക്കുന്നതാണെന്ന് തോന്നും. അതുമെല്ലാം ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. മനസ്സിലായില്ലേ? ഓക്കെ. ഈ ഫിഗർ ഇനി എങ്ങനെ വരയ്ക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം നമ്മൾ ലൈൻസ് ചേർത്ത് തരുന്ന ഇത് ഒരുപാട് എന്തോന്നാ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, കുറേ ഇൻ്റർഫേസ്. ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി വലുതാക്കി വരച്ചേക്കുക. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, ഒരു പരബോള പോലെ വരും. അതായത് ഇപ്പം ഇതൊരു മിനിയേച്ചർ ഫിഗർ വരയ്ക്കാം. ഇതാണ് നമ്മളെ ഈ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുക, നമ്മൾ ഒബ്സർവർ ആയിരുന്നു ഇത്. ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല. മനസ്സിലായോ? എന്നിട്ട് എന്താ പറ്റും, പുള്ളി എന്ത് ചെയ്യും, പുള്ളി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനെ കാണാൻ പറ്റത്തുള്ളൂ. ഈ ലൈറ്റിൻ്റെ പാത്ത് ഫോളോ ചെയ്തില്ല ഹ്യൂമനായി. അപ്പോൾ എന്ത് ചെയ്യും, ഇമേജ് ഗ്രൗണ്ടിൽ ഫോം ചെയ്താണ് ഇരിക്കും. മനസ്സിലായോ? ഇതിൻ്റെ മിനിയേച്ചർ ഫോമാണ്. അപ്പം പക്ഷേ സംഭവം എന്തോ, ഇത് കണക്ക് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ നടന്നിട്ട് ഗ്രൗണ്ട് ചേർന്ന് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനെ ഗ്രേറ്റർ ആവും. അപ്പോഴാകുമ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്ന് ആ റേ നമ്മളെ കണ്ണിലെത്തുന്നു. ആ ഇൻസിഡൻറ്റ് എത്തിയ റേ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ഫോളോ ചെയ്ത് ഈ ഇമേജ് ഗ്രൗണ്ടിൽ ഫോം ചെയ്യാനൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇനി ഏത് ഒബ്ജക്റ്റ് ആയാലും ഇതിന് പകരം ക്ലൗഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒയാസിസ് എന്നൊക്കെ പറഞ്ഞ് അല്ലേ, ഡെസേർട്ടിൽ വെള്ളം കിടക്കുന്നതൊക്കെ നമുക്ക് തോന്നും. അതെന്ന് പറഞ്ഞാൽ ക്ലൗഡിൻ്റെ മിറാജ് ആവും. മനസ്സിലായി? അപ്പം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ സെക്കൻഡ് എക്സാമ്പിൾ എന്തുവാ, ഒപ്റ്റിക്കൽ ഫൈബറാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അത് നമുക്ക് അപ്ലൈ ചെയ്ത് എങ്ങനെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാമെന്ന്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ഇല്ലേ, BSNL, അപ്പം അത് ഒപ്റ്റിക്കൽ ഫൈബറാണ്. അത് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ലൈറ്റിനെ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. അതാണ് അതിൻ്റെ നമ്മുടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ എന്തോ നമ്മൾ പഠിച്ചു. അപ്പം ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത്, ലൈറ്റ് നമുക്ക് എവിടെ നിന്ന് പോകണം, ഡെൻസർ ടു റെയറർ മീഡിയത്തിലോട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിനെ കാട്ടി ഗ്രേറ്റർ ആയിരിക്കും. അപ്പം ആ രണ്ട് സംഭവം, അതായത് ഇവിടെ രണ്ട് മെറ്റീരിയൽ ഉണ്ട്. ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഒരു കോറുണ്ട്, കോർ മെറ്റീരിയലും ഉണ്ട്, അതിന് പുറത്ത് കവർ ചെയ്യുന്നതാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറഞ്ഞാൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണം എന്ത് ചെയ്യണം, ഒന്ന് ഡെൻസർ ടു റെയറർ ആയിരിക്കണം. അപ്പം കോറിൻ്റെ എന്തായിരിക്കും, റിഫ്രാക്റ്റിംഗ് ഇൻഡെക്സ് എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും കമ്പയർ ടു ക്ലാഡിംഗ്. മനസ്സിലായേ? അതുകൊണ്ടാണ് ഞാൻ കോറിനെ ഡെൻസർ മീഡിയം ഒന്നും ക്ലാഡിങ്ങിനെ റെയറർ മീഡിയം ഒന്നും ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫാബ്രിക്കേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താവാം, ഒന്ന് കോമ്പോസിറ്റ് ഗ്ലാസ്, അല്ലെങ്കിൽ ക്വാർട്സ് മെറ്റീരിയൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഫാബ്രിക്കേഷൻ എങ്ങനെയായിരിക്കും അറിയാം, ഈ ലൈറ്റ് ഇൻസിഡൻ്റ് ആയി കഴിഞ്ഞാണല്ലോ അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും എന്തെന്ന് അതിൻ്റെ ഫാബ്രിക്കേഷൻ. അതുകൊണ്ട് ഈ ഫൈബർ ഇപ്പോൾ ബെൻഡായിരുന്നാൽ പോലും എന്ത് ചെയ്യും, ഈ ഇൻഫർമേഷൻ അതറിയില്ല, അതായത് എവിടെയാണോ പോകേണ്ടത് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തും. ഇനി ലൈറ്റിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന കാരണം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. ഇൻറ്റൻസിറ്റി എന്തായിരിക്കും, കൊടുക്കുന്ന ഇൻറ്റൻസിറ്റി തന്നെ കാണും എൻഡ് വരെ. അതുകൊണ്ട് ഇൻഫർമേഷൻ ലോസ് ഒന്നും വരുത്തില്ല.
അപ്പോൾ ഞാനത് എന്ത് ചെയ്യും, ഇൻറ്റൻസിറ്റി റിമൈൻസ് സെയിം. ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് റിമൈൻ സെയിം. ഇപ്പം കോർ ഡെൻസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ, ഹയർ എന്നായിരിക്കും. ഇവിടെ എന്തുമായിരിക്കും ലോവർ എന്നാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതാണ് എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് എന്തൊന്ന് പഠിക്കാനുള്ളത്, പ്രിസം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പ്രിസത്തിനകത്ത് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രിസത്തിനകത്ത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമേജിനെയൊക്കെ ഇൻവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം സപ്പോസ് ഒരു 90 ഡിഗ്രി ഇൻവേർഷൻ അല്ലെങ്കിൽ ഒരു 180 ഡിഗ്രി ഇൻവേർഷൻ, അതിനു വേണ്ടിയാണ് നമ്മൾ എന്താ പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പ്രിസത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 90 ഡിഗ്രി ഇൻവേർഷനകത്ത് നമ്മൾ ഇങ്ങനെ പ്രിസം കൺസെപ്റ്റ് ചെയ്യും. അപ്പോൾ പാരലൽ ബീം ഓഫ് ലൈറ്റ്സ് വന്ന് ഇൻസിഡൻ്റ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യും. അപ്പം ഇമേജിൽ നിന്ന് വരുന്ന ഇതാണ് തോന്നിച്ചു ഇമേജ്, ഇതിനിടയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇമേജ് എവിടെ ഫോം ചെയ്യും, ഇവിടെ എന്താ ഒബ്ജക്റ്റിൻ്റെ ഹെഡ് ഇവിടെ. ഇമേജ് എത്ര ഡിഗ്രി ഇൻവേർട്ടായി, 90 ഡിഗ്രി ഇൻവേർട്ടായി. 90 ഡിഗ്രി എങ്ങനെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഇൻവേർട്ട് ആയിട്ടുണ്ട്. അപ്പം പക്ഷേ ഒബ്ജക്റ്റിൻ്റെ സൈസ് ഇമേജിൻ്റെ സൈസ് എന്തുമായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ എന്തോന്നായിരിക്കും ഒബ്ജക്റ്റ് സൈസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇമേജ് സൈസ് ആയിരിക്കും. പിന്നെ ഇവിടെ എന്തായിട്ടുണ്ട് ഇമേജ് ഇൻവേർട്ടഡ് ബൈ 90 ഡിഗ്രി. ബൈ 90 ഡിഗ്രി എന്ത് ചെയ്യും, ഇൻവേർട്ടായി അല്ലേ. അതായത് ഇനിഷ്യലി എങ്ങനെ ഇരുന്ന ഇമേജ് ആയിരുന്നു, ഇങ്ങനെ ഇരുന്ന ഇമേജ് ആയിരുന്നു, അതെങ്ങനായി ഇങ്ങനെ. അപ്പം എന്ത് ചെയ്ത സംഭവം, ഇതിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിച്ചു. ഇത് ഒരു പ്രിസം. ഇനി ഇതിനെ 180 ഡിഗ്രി, ഇത് നമ്മൾ 90 ഡിഗ്രിയാണ്, ഇതിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ 180 ഡിഗ്രി ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് പാരലൽ ബീംസ് ഓഫ് റേ വരും. പാരലൽ ബീം ഓഫ് റേ വന്ന് ഇവിടെ വന്ന് ഇൻസിഡൻ്റ് ആവും. അതിനുശേഷം എന്ത് ചെയ്യുന്നതോ വീണ്ടും പാരലായിട്ട് പുറത്തോട്ട് വരും. അങ്ങനത് ഓരോ റേയും കൂടെ നമുക്ക് വരയ്ക്കാം. ഇവിടുന്ന് വരുന്ന റേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ് പുറത്തോട്ട് വരും. അപ്പോൾ സപ്പോസ് നമ്മുടെ ഇമേജ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു അവരെന്ത് ചെയ്യും, വന്ന് ഇൻവേർട്ട് ആവും. പക്ഷേ എത്ര ഡിഗ്രി ഇൻവേർട്ട് ആവും, 180 ഡിഗ്രി ഇൻവേർട്ടായി. മനസ്സിലായോ? പക്ഷേ ഇവിടെയും ഇവിടെയും സെയിമാണ്. ഒബ്ജക്റ്റ് സൈസും ഇമേജ് സൈസും സെയിമാണ്. ഇമേജ് സൈസും സെയിമാണ്. പിന്നെ എന്ത് ചെയ്ത് ഇമേജ് ഗോട്ട് ഇൻവേർട്ടഡ് ബൈ 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ഇങ്ങനെ ആയിരുന്നു, ഇമേജ് എന്തായി ഇങ്ങനെ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാവും, 180 ഡിഗ്രി. ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാവും, 90 ഡിഗ്രി.
ഇനി ഈ പ്രിസത്തിൻ്റെ ആംഗിൾസ് അറിയണ്ടേ. ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90, 45, 45 ഡിഗ്രിയുള്ള പ്രിസമായിരിക്കും. ഇവിടെ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളായിരിക്കും, ഈ ആംഗിളായിരിക്കും 90, ഇവിടെ ഇതായിരിക്കും 90. ബാക്കി രണ്ട് ആംഗിൾ എന്തായിരിക്കും? 45, 45. ഇവിടെ 45 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. അതായത് ഇവിടെ 90 ഡിഗ്രി, 45 ഡിഗ്രി, ഇതും 45. അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമ്മൾ പ്രിസത്തിൽ യൂസ് ചെയ്ത് എന്താ ഇമേജിനെ നമുക്ക് ഇൻവേർട്ട് ചെയ്യാം. 90 ഡിഗ്രിയും 180 ഡിഗ്രിയും ഇൻവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റ് എക്സാമ്പിൾ ഓൺ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഡയമണ്ട്. ഇനി ഡയമണ്ടിനകത്ത് എന്തോന്നാ അത് എന്തിനറിയപ്പെടുന്ന, അതിൻ്റെ ആ തിളക്കത്തിനാണ് ഡയമണ്ട് അറിയപ്പെടുന്നത്. പക്ഷേ അതിന് സ്വന്തമായിട്ട് തിളങ്ങാനുള്ള ഒരു കഴിവില്ല. അതെന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് ഡയമണ്ട് എല്ലാം വളരെ കുറച്ചാണ് തിളങ്ങുന്നതായിട്ട് വരുന്നത്. അതിൻ്റെ തിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയമണ്ട് കട്ടറിൻ്റെ സ്കില്ലാണ്. പുള്ളി ആ സർഫസിനെ ഇതെന്നാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഒരെണ്ണമല്ല ഒന്നിൽ കൂടുതൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ലൈറ്റ് എൻ്റർ ചെയ്തതിന് ശേഷം സംഭവിക്കും. അതുകൊണ്ടാണ് അതിന് എന്തെന്നാ ആ തിളക്കം വരുന്നത്.